ഹായ്, വെൽക്കം. ഉണ്ണിയേട്ടൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എന്തായിരുന്നു ക്രിസ്മസ്. അതൊക്കെ മേലെ ഫിജോ ചേച്ചി പാല ചാട്ടാക്ക് ഞാനൊക്കെ പൊരിക്കാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. എടാ പോൺസമ്മാവ, എനിക്ക് ഈ സാധനം കിട്ടിയിട്ട് തിങ്കളാഴ്ച കിട്ടിയതാ, കഴിഞ്ഞ തിങ്കളാഴ്ച. പക്ഷെ ഞാൻ ഇന്നാ പറയാം, ഞാൻ പറയില്ലെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. നീ പറയില്ലേ, അവനൊരു മാന്യത മുഖപടം ഇട്ടിട്ട് ഇതായിരുന്നു എൻ്റെ മാന്യത. കിട്ടിയ വഴിക്ക് എനിക്ക് നിനക്ക് അടിക്കാനുള്ള സാധനം കിട്ടിയിട്ട് പോലും ഇതൊരു പേഴ്സണൽ ചാറ്റല്ലേ, ഇതൊരു പേഴ്സണൽ ചാറ്റാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അവർക്ക് നിനക്ക് നിന്നെ മറ്റോൾക്കൊന്നും ബോധം മറക്കണില്ല. കുട്ടികളാണോ തള്ളയാണോ തന്തയാണോ അങ്ങനെ നോട്ടമൊന്നുമില്ല. വെറുതെ എന്തിനാണ് ഇതൊക്കെ എടുത്തിട്ടിട്ട് അവരുടെ കൊച്ചുങ്ങളെ തെറി കേൾപ്പിക്കുന്നത് ചോദിച്ചാണ് ഞാൻ ഇടാതെ ഇരുന്നത്. ഇപ്പം എനിക്ക് ഫ്രീഡം കിട്ടി ഇടാം. കാരണം ഇത് നേരെ മറിച്ച് ഇങ്ങനത്തെ എന്തിട്ടേലും ഒരു ചാറ്റ് എൻ്റെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടാ. ജനറേഷനൊരു കാലിൽ കിട്ടൂല. കാരണം എന്താണെന്നറിയോ, തന്ത മാറി ആ ഗുണം ഞാൻ കാണിക്കും. എൻ്റെ അങ്ങനത്തെ ചാറ്റ് കിട്ടൂല. ജോലി അന്വേഷിച്ച് നടന്നോ, അന്വേഷിച്ച് നടക്ക്. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഇപ്പം നിൻ്റെ ഉള്ളം കയ്യിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ആളുടെ അടുത്ത് ചാറ്റ് കിട്ടുമോ. പക്ഷെ ആളൊന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ മാന്യമായി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾ എനിക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? മനസ്സിലായടാ തേണ്ടി. ഇങ്ങനെ പറയട്ടെ, നാണും മാനും ഉളുപ്പില്ലാത്തവനെ. നീ എന്നെ എന്തൊക്കെ പറഞ്ഞത്? നീ എന്തൊക്കെയാ പറഞ്ഞത്? നിന്റെ മറ്റവള് നീ ഇരുന്നിട്ട് നീ നിന്റെ മറ്റവൾക്ക് നിന്റെ കാമുകിയായ കാരണമല്ല നീ അവൾക്ക് വേണ്ടിയിട്ട് കാറിലിരുന്നിട്ട് ടുഗദർ ലൈവ് കയറിയിരുന്നു ഫോൺ വിളിച്ച്. നിനക്കന്ന് ചാനലില്ല. നിന്റെ ചാനൽ അവൾ ഉണ്ടാക്കി തന്നു. നിനക്കൊരു ചാനൽ വളർത്താൻ അവളൊരു കാരണം അല്ലേ? നീ അന്നൊക്കെ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞു പറഞ്ഞേ? ഉണ്ടയുടെ ഉണ്ണി ചുണ്ണി ഉണ്ടയുടെ ചുണ്ണി എന്തായിരുന്നു മറന്നിട്ടുള്ള തീട്ടി. അത് മറന്നവരൊക്കെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അത് മറന്നത് ആസ്വദിച്ചവരൊക്കെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അത് അവർ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാനത് ആസ്വദിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ നിനക്ക് ഇങ്ങനെ ഫണ്ണായിട്ട് അവിടെ പീസായിട്ട് എടുത്തായിരുന്നു. പക്ഷേ വീണ്ടും 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 നീ അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നീ ഇപ്പം എങ്ങനെയുണ്ട്? നീ എന്നെ അനാവശ്യം പറഞ്ഞു. ആരോടെ ചാറ്റ പുറത്ത് വന്നേ? എൻ്റെ എൻ്റെ ആണോ? എൻ്റെ അങ്ങനെ ഒരു ചാറ്റ് വരില്ല. എൻ്റെ അങ്ങനെ ഒരു ചാറ്റ് വരില്ലടാ തെണ്ടി. എൻ്റെ അങ്ങനെ ഒരു ചാറ്റ് വരില്ല. നിനക്ക് കിട്ടൂല അങ്ങനെ ഒരു സാധനം. ദിസ് ഈസ് ഉണ്ണിയാട്ടൻസ് വ്ളോഗിലെ ഉണ്ണി. നിനക്ക് കിട്ടൂല ചാറ്റ് അങ്ങനെ കേട്ടാ. അത് നീ അതിന് വേണ്ടി നീ ഓടി നടന്നിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നീ നിൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചോ. എൻ്റെ ഉള്ളം കയ്യിൽ ഇപ്പോൾ ഒരാളിരിക്കുന്നുണ്ടല്ലോ, ഫേമസ് യൂട്യൂബ്, ചോദിച്ചോ, അവർ ചാറ്റ് തരും. പേടി എനിക്കില്ല. എനിക്ക് പേടിയില്ല. കാരണം അറിയോ, ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെ നിൽക്കണമെന്നും എനിക്കറിയാം. എൻ്റെ സ്ഥാനം അതെന്താണെന്ന് അറിഞ്ഞേ പെരുമാറുള്ളൂ. ഞാൻ ആരുടെ അടുത്തും ഏതൊരു വ്യക്തിയുടെ അടുത്തൊരു കൈ അകലത്തിലേ ഞാൻ പെരുമാറുള്ളൂ. അത് ആ വ്യക്തിയുടെ അടുത്ത് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടോ അതല്ല, ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കും, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കൈ അകലം ഞാൻ പാലിക്കും. എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾക്ക് ചാറ്റിലേക്ക് കടക്കാം ഗൈസ്. ഓ മൈ ഗോഡ്, ഞാനിവിടെ സ്ക്രീനോട് പോയിക്കളാം. കുറച്ചേരം ഞാൻ ചാറ്റ് വായിച്ചത് ഞാൻ തീർന്ന് തരാം. അതായത് ഞാൻ ഒരു 4-5 മാത്രം കാണിക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് പിന്നത്തെ കണ്ടന്റ് വേണ്ട മണ്ണായി. അപ്പോൾ അടുത്ത ചാറ്റുകളൊക്കെ പിന്നെ ഓക്കെ. അതായത് സനില എൻ്റെ ഫ്രണ്ടാണ്. നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടോ ജാനമണി ഐമലർ എൻ്റെ ഫ്രണ്ടാണെന്ന്? അങ്ങനെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ വാക്കിലും ഉണ്ടായിരിക്കണം. ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? പോടാ, പോയി പഠിക്കടാ ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് കണ്ട് മനസ്സിലാകടാ പോയിട്ട്. അപ്പോൾ നീ ഇത്രയും ഇപ്പം നിൻ്റെ ജാനമണിയാണെങ്കിലും ഐമലരാണെന്നുണ്ടെങ്കിലും സനിലാനെ
ഇത്രയും മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവരൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിനക്ക് പല കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അതാവണം ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണോടാ ഫ്രണ്ട്ഷിപ്പ്? നാണമാനില്ലാത്തവനെ. നിങ്ങൾക്കിവിടെ ഞാനിപ്പോൾ ഓരോ ഇത് വായിക്കുന്നത് ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കുക കേട്ടോ. അതായത് സിയ പറഞ്ഞ ഒരു ഇതാണ്. പക്ഷെ നീനു മാത്യു എന്നൊരു ഫേക്ക് ഐ ഡി നമ്മുടെ ജാനമണി ഉണ്ടായിരുന്നു. അതിൽ അവളെന്നെ വിലയിരുത്തി എന്നുള്ളത് സിയ പറയുമ്പോൾ ലെവൻ്റെ റിപ്ലൈ ആണ്. എനിക്കതൊന്നും ഓർമ്മയില്ല, ഞാൻ അവളോട് ചോദിക്കില്ല. ഇതൊന്നും അവളുടെ മനസ്സ് വിഷമിക്കും ദേഷ്യപ്പെട്ടാൽ. പ്രാന്ത, എന്ത് തരം പ്രാന്താണിത്? അടുത്ത ആയിരുന്നാലും ഞാൻ അവളെ നേരിൽ കണ്ടില്ല, കണ്ടു സംസാരിച്ചേനെല്ലാം. അടുത്താവാഞ്ഞിട്ടിങ്ങനെ. അപ്പൊ അടുത്തായിരുന്നെങ്കിലോ. അടുത്തത്, അവളെ ജോൺസിനെയും മനസ്സിലാക്കാനുണ്ട്. അവൻ നിനക്ക് നല്ലത് പറഞ്ഞു തന്നായിരുന്നു. ദാറ്റ്സ് അവരാണ് ഫ്രണ്ട്. നീ മനസ്സിലാക്കാൻ ഇവരുടെ അനുഭവമാണ് നിനക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നിന്റെ അടുത്തുള്ളത് വേറെ ഇടപാടായത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജോൺസൺ ആര് പറഞ്ഞാലും ലെവൻ മറക്കൂല കേട്ടാ. ലെവൻ മറക്കൂല അവളെ. അവ മഴക്കൂല ഗായ്സ്, അവ മഴക്കൂല. എന്നെ കൊണ്ട് പാട്ടില്ല ഗായ്സ്, എന്നോട് പാട്ടില്ല മഴക്കാൻ, എന്നോട് പാട്ടില്ല ഗായ്സ്. ഓക്കെ, ജോൺസൺ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് സിയ പറയുന്നത്. സിയ കൊടുക്കുന്ന റിപ്ലൈ ആണ്. എത്ര പോയിന്റാണ് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നല്ല ക്ലിയർ ആയിട്ട് അവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ചെകുത്താണ് തലയിൽ കയറണ്ട. എങ്ങനെ കയറും? കിട്ടാത്ത ചക്കര പായസാണല്ലോ. പക്ഷെ നായ നക്കിയതാന്നുള്ളൂ. ഞാൻ ചാകാതെ രമ്യയെ മറക്കൂലെന്ന് പാടുന്നു. പോടാ പോടാ പോറ്റ. എന്താ പറഞ്ഞ? ഓ, കുടുംബമഹിമ ഉണ്ട്. കുടുംബമഹിമ. ദാ എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആനുണ്ടായിരുന്നു, ചന്തയിൽ അതിൻ്റെ തഴമ്പുണ്ടായിരുന്നു. ഇതാണോ? ഓക്കെ ഓക്കെ. അതായത് സിയുടെ റിപ്ലൈകള് അവളെ ജോൺസിനെയും മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവ ആലോചിക്കുക, എന്താണ് ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത് ഗൈസ് എന്ന്. അപ്പോൾ സിയാണ് പറയുക. അവ ആലോചിച്ചിരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി, സിയയ്ക്ക് മനസ്സിലായി ഇവൻ അവിടുന്ന് ഇറങ്ങി പോരാനുള്ള ഒരു ഇതുമില്ല എന്നുള്ളത്. അപ്പോൾ അവൾ തല അവളുടെ കക്ഷത്തിലായ സ്ഥിതിക്ക് ഞാനിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അർമാദിക്കും. ഇതിൽ നീ എന്താ വിളിക്കും? തെറി വിളിക്കും. തെറി വിളിച്ചോ. കാരണം നിനക്ക് അറിയണതല്ലേ നിനക്ക് ചെയ്യാൻ പറ്റൂ. എനിക്കറിയണത് ഇങ്ങനെയാണ്. നിന്നെ എടുക്കാതെ പോയവനാണ് ഞാൻ ഒരു കുറച്ച് ദിവസം മിണ്ടാതെ പോലിരുന്നു. എന്നിട്ട് നിനക്ക് ദൈവം ഉണ്ടടാ. ഞാൻ നിൻ്റെ അടുത്ത് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് കളി കളിച്ചോ, ക്ലൈമാക്സ് അത് ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളാണ് ജയിക്കുക. ഞങ്ങൾ ജയം കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ജയിക്കാനുള്ള തത്രപ്പാടിൽ ഓടിക്കൊണ്ട് നടക്കുക. പക്ഷെ മൂഞ്ചി തിരിഞ്ഞൊട്ടിയെടുക്കും. മനസ്സിലായില്ലേ? ഈ ഗെയിമിൻ്റെ ക്ലൈമാക്സ് ഞങ്ങളുടെ കയ്യിൽ. പിന്നെ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അവളുടെ ചെറ്റത്തരം കാണിച്ചാൽ അവൾ എന്നെ കണ്ടന്റ് ആക്കില്ലേ? ആക്കുമോ? അപ്പം ചെറ്റത്തരം ഉണ്ടെന്ന് അറിയാം. ചെറ്റയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എടാ, ഒരു ചെറ്റത്തരം കാണിക്കുന്ന ഒരുത്തിനെ ചെറ്റയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നീ അവളുടെ പുറകെ പോകണമെന്നുണ്ടെങ്കിൽ നീ എന്ത് വലിയ ചെറ്റയാണ്. അയ്യോ ഗൈസ്, നിങ്ങൾ തന്നെ കമന്റ് പ്ലീസ് ഗൈസ്, കമന്റ് ഇടാതെ പോകരുത് ഗൈസ്. ഇതിനൊക്കെ നിങ്ങൾ മറുപടി ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതിയിടണം ഗൈസ്. കമന്റ് ഇടുന്നവരെ ഇവൻ എന്താ വിളിച്ചിരുന്നേ? എടാ ചെറ്റേ, നിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അവളുടെ ചെറ്റത്തരം ഞാൻ അവളുടെ ചെറ്റത്തരം കാണിച്ചാൽ അവൾ എന്നെ കണ്ടന്റ് ആക്കില്ലേ? എന്നിട്ട് അവൻ്റെ ഒരു ഓഞ്ഞ ചിരി നോക്കിയിട്ട്. അപ്പം ചെറ്റയാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ല നീ ഇത് ചെയ്ത. ഞാനത് മനഃപൂർവ്വമാണ് പറയുന്നത്.
എങ്ങനെയൊന്നും പറയണമെന്ന് ഒരു ആഗ്രഹിക്കുന്ന ഒരാളല്ല, പറയണമെന്നില്ല. പക്ഷേ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിന്നെ തിരുത്താൻ ശ്രമിച്ചിട്ട് പോലും നീ അത് മനസ്സിലാക്കും. അപ്പം നീ ചക്കര പായസം നക്കിയല്ലേ ശീലമുള്ളൂ അല്ലേ? അപ്പോൾ സൻലയുടെ മറുപടിയാണ്, ഞാനൊരു ഭാര്യയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു പെണ്ണിനോട് ഓപ്പൺ ആയാൽ നിങ്ങൾ തമ്മിലുള്ള ചാറ്റ് റൂത്ത് കണ്ടാൽ അവൾ അതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ റൂത്ത് എന്ന് പറയുന്നത് റൂത്ത് ലെസ് എന്നിട്ടൊരു ഒരു 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 ചാനൽ ഇവിടെ വന്നിരുന്നു, അത് ഇയാളുടെ ഭാര്യയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ അതെ. എനിവേ ജോൺസിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അവളെ ജോൺസ് ഇനിയും മനസ്സിലാക്കാനുണ്ട്. അവളെ ജോൺസ് ഇനിയും മനസ്സിലാക്കിയിട്ട് പറഞ്ഞ ചേട്ടൻ അന്തം വിട്ട് കുന്തമഴി പോലെ ഇങ്ങനെയും നടന്നാൽ അങ്ങനെ ചാറ്റുണ്ടെന്ന് റിച്ചാർഡ് എന്ന് എൻ്റെ ലൈവിൽ പറഞ്ഞിരുന്നു. ആര് പറഞ്ഞാലും എന്നുള്ള ഒരു കമൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളോട് സ്ക്രീൻഷോട്ട് വയ്ക്കും. നിങ്ങളൊക്കെ അതിങ്ങനെ കണ്ട് ചിരിച്ച് തെർമാറ്റ് കമൻറ്റ് ബില്ലോ അടിയിൽ കമൻറ്റ് ഇടണം കേട്ടോ. നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. എന്തുകൊണ്ടും അതായത് ഇൻസു അപ്പം ഇൻസു ആയിരുന്നു ഫ്രണ്ട്, രമ്യ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, രമ്യ അവൻ്റെ ഫ്രണ്ടാണ്, വൈഫല്ല. എന്നിട്ട് രോഞ്ഞ ചിരി. റമ്മ എൻ്റെ ഫ്രണ്ടാണ്, വൈഫല്ല. ഓക്കെ, വീണ്ടും ഉറപ്പില്ല അവന്, വീണ്ടും അവന് ഇൻസോ രമ്യ എൻ്റെ ഫ്രണ്ടാണ്. നീ നിന്നെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കണടാ, നിന്റെ മനസ്സിലേക്ക് നീ സ്വയം പറഞ്ഞ് പഠിപ്പിക്കണ രമ്യ എൻ്റെ ഫ്രണ്ടാണെന്ന്. നമുക്ക് ബലാലെ അവൾക്ക് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോ എൻ്റെ കണ്ണിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ഗൈസ്? കാണുന്നുണ്ടോ? ഒരു കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് റിപ്ലൈ കൊടുക്കണതാണ് നമ്മൾ സിയ. അവളെ കുറിച്ച് പറയുമ്പോഴുള്ള ജോൺസിൻ്റെ വേ ഓഫ് ടോക്ക് ആണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അവളെ പറയാൻ പറ്റാത്ത പല കാരണങ്ങളുണ്ട്. അത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ തെറി വിളിക്കാൻ നാണോ മാനോ ഉളുപ്പുണ്ട് നിനക്ക്? ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യത്തെ നിനക്കും അവൾക്കുള്ള 2 മാസം 1.5 മാസമൊക്കെ സംതിങ് മുന്നേ ഞാൻ വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അവിഹിതമാണെന്ന്. ഒരൊറ്റ നോട്ടത്തിൽ അന്ന് ശരിയായില്ലേ? എന്താ അവൾ എന്നെ ചതിക്കില്ല എന്നവൻ പറയുന്നു. നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കട്ടെ. ചതിക്കില്ല അത് നീ എന്തിനാണ് അവൾ കണ്ടന്റാക്കുമെന്ന് പറയുന്നത്? നമുക്ക് എന്ത് പറയണ്, എന്താ പറയണെന്ന് എനിക്ക് വല്ല ബോധമുണ്ടവനെ ഉണ്ടാ? നിനക്ക് എവിടെയെങ്കിലും പോയി എന്തേലും കാണിക്കട്ടെ. ലൈസൻസ് കൊടുത്തു ചേട്ടൻ കാമുകയ്ക്ക് ലൈസൻസ് കൊടുത്തു. ലൈവിൽ ഒരിക്കലും ഇതൊന്നും വെളിയിൽ വരരുത്, എൻ്റെ വാക്ക് എൻ്റെ വിശ്വാസമാണ്. ഓക്കെ ഇതൊന്നും വെളിയിൽ, അതായത് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ പോയിട്ട് നീ ചാറ്റ് ചെയ്തിട്ട് ഇതൊന്നും പുറത്ത് പറയരുത്. അപ്പോൾ നീ അവളാനും ചതിച്ച്. കാമുകി കള്ള കാമുകി അന്നയും ഓൻ ചതിച്ച്. എനിക്കിത് കുഴപ്പമില്ല, ചക്കര പായസമാണല്ലോ, നക്കി കുടിക്കാൻ വന്ന പട്ടിയാണല്ലോ അവൻ. ചതിക്കുമോ അവൾ? എന്താ മിണ്ടാത്തെ എന്ന് ഇവൻ തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അവൾ ചതിക്കും എന്നുള്ള ഒരു ബോധം അവൻ്റെ തലയിലുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഒരു വിശ്വാസമുണ്ട് അവൾ എന്നെ തൊടില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഇതേ പൈങ്കിളി ഡയലോഗ് അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ താര തിരിച്ച് ചോദിക്കുന്നതാണ്. അപ്പം അവൻ്റെ മറുപടി, അന്ന് ഞാൻ സോഷ്യൽ മീഡിയ വിടും, ഞാൻ തള്ളി പറഞ്ഞപ്പോൾ ചാകാൻ പോയവളാണ്. എടാ പോട്ട അവള് ചാവാൻ പോണം നിന്ന. അതാണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ നിനക്ക് ഞാനിപ്പോൾ നിനക്ക് കളിയാക്കണത് പാർട്ട് ഓഫ് എന്താണ് അവിടെ കളിയാക്കാനതിനല്ല. എനിക്ക് കിട്ടിയൊരു കാര്യം കൊണ്ട് നീ എന്നെ വിളിച്ച തെറികൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിനക്ക് ഇനിയെങ്കിലും മാറാനുള്ള ചാൻസ് ഉണ്ട്, ഇനിയെങ്കിലും. ഇതിപ്പോൾ നീ ഒരു കളിയാക്കല, നീ അല്ല എത്രമാത്രം അനാവശ്യം നീ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നൊരു അനാവശ്യം പറഞ്ഞിട്ടില്ല. സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ആൾക്കാർ ഇത് പറഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴും ഇത്രയും ഫേക്ക് ഐ ഡി വെച്ചിട്ട് നിൻ്റെ പേരിൽ വരെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഫിജയിച്ചിട്ട് അവിടെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുള്ള അവൾ നീ പറഞ്ഞു നീയല്ല എന്ന് ചെക്ക് ചെയ്തു. ഫേക്ക് ഐ ഡിയാണ്, 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ ഐ ഡിയാണ്. ആരാണെന്ന് നിൻ്റെ വിചാരം? ആരാണ് നിൻ്റെ വിചാരം? ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാനുള്ള ത്വര ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. 1500 ഫേക്ക് ഐ ഡി ഉണ്ട് നടക്കുന്നത്. അപ്പം നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നിൻ്റെ ഐ ഡി മിസ്യൂസ് ചെയ്യുന്ന അവളെ നീ പ്രേമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിശ്വസിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നാളെ നിനക്ക് ഇതിൽ വലുതാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്തോ.
ഇതിലും വലുതാണോ നിനക്ക് വരാൻ പോണത്? ബുദ്ധി നീ പറഞ്ഞില്ലേ, നീ ഭയങ്കര ബുദ്ധിയാണ്, ബിസിനസ് മാനാണ്, ബുദ്ധിയാണെന്ന്. നീ ഒരു മന്ദബുദ്ധിയാണ്. ഏത് തമ്പുരാനും അല്ലെങ്കിൽ ഏത് കൊട്ടാര സദസ്സിലും ആട്ടക്കാരികളുടെ മുന്നിൽ വീഴുന്ന രാജാക്കന്മാരെ പോലെ ആവരുത് നീ. ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ, നീ പറയുന്ന തന്ത്രശാലിയായ ബിസിനസ്സുകാരൻ നിന്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. നീ ചിന്തിക്കുക, പുറത്തെടുക്കുക. പറ്റുമോ? പറ്റൂല. നീ പുറത്ത് കിടന്നാലും അവൾ നിന്നെ കുരുക്കും. ദേഷ്യം കൊണ്ടൊന്നും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് നാൾ ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റിലൂടെ കണ്ടിട്ടുണ്ട്. നീ എന്നെ എന്തിനാ പറയണമെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഞാൻ എന്തിനാ നിന്നെ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരിക്കും. കാരണം നീ തുടങ്ങി വെച്ച് നീ എന്നെ പറഞ്ഞു. ആർക്ക് വേണ്ടി? നിന്റെ കാമുകിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയാതെ എന്ത് ചെയ്യാൻ? ഞാൻ തള്ളി പറഞ്ഞപ്പോൾ ചാകാൻ പോയവളാണ്. പിന്നെ ഞാൻ അടി തുടങ്ങിയാൽ താങ്ങില്ല. ഇതേ പൈങ്കിളി ഡയലോഗ് അവളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് സാനില ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഡയലോഗ് കേൾക്കണം. ഞാൻ പറയാം, നിങ്ങളോട് വായിച്ചാളേ കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വായിച്ചാളെ. ഇതിനനുസരിച്ചുള്ള കമൻറ്റ് വേണം. എന്തുകൊണ്ടല്ല ഞങ്ങളിഷ്ടമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലാന്ന്. ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? എന്നെപ്പോൾ കുറച്ച് ആൾക്കാർ തള്ളി പറയുന്നുണ്ടല്ലോ, ഞാൻ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ളത്. ഞാനിപ്പോൾ അവരുടെ വിഷയം എടുത്തിരുന്നതല്ല, അവർക്ക് നല്ലത് വരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തെറ്റാണ് തോന്നിയ ഒരു സമയം വന്ന് എന്നിലെ ഫ്രണ്ടാണ് അത് പറഞ്ഞത്, ഞാൻ അവരെന്നെ ഒരു കാര്യം പറഞ്ഞത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇന്നും അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമേ എന്നെ പറയാനുള്ളൂ. ഒരു കാര്യം, അതെന്താണ് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് തലയിൽ കയറണ്ട. പക്ഷേ അവർക്ക് വേറൊരു കാര്യത്തിൽ എന്നെ വിട്ടിട്ട് ഞാൻ മോശമായിട്ട് പെരുമാറിയെന്നോ, അല്ലെങ്കിൽ ഒരു പാതിരാത്രി കോൾ വിളിച്ചുവെന്നോ, അല്ലെങ്കിൽ മറ്റുള്ളത് ചെയ്തുവെന്നോ, അല്ലെങ്കിൽ ഇത് കാണിച്ചുവെന്നോ, അത് കാണിച്ചുവെന്നോ, ഇത് കാണിച്ചുവെന്നോ ഒരു കുന്തകളാ ഇല്ല. ഞങ്ങൾ ഇഷ്ടമാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല, പറയണ്ട. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ ഒന്ന് പൊട്ടിക്കരയും മോനെ പോൺസേ, ഇതൊന്ന് പൊട്ടിക്കരയും. എൻ്റെ കരച്ചിൽ കരയടാ പ്ലീസ്. എനിക്ക് കരച്ചിൽ വരുന്നു. നീ ഒന്ന് പൊട്ടിക്കരയേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല സത്യത്തിൽ, ബട്ട് ഇനിയില്ല. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ചെയ്യാൻ ചോദിക്കുന്നത്, തൻ്റെ കാമുകിയൊന്നും അല്ലല്ലോ ഇങ്ങനെ കരയാൻ തൊട്ട് ഒരു വായ പൊത്തിച്ചിരിക്കുന്നത്. സൂപ്പർ. അപ്പോൾ തൻ്റെ കാമുകിയൊന്നും അല്ലല്ലോ ഇങ്ങനെ കരയാൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഇവൻ പറയുന്നത് അറിയില്ല. എന്നിട്ട് കൂപ്പുകൈ, സഭയ്ക്ക് വന്ദനം, കൂപ്പുകൈ ആരാണെന്ന് പറയാൻ പറ്റില്ല, അതിനും അപ്പുറമാകാം. കുടുംബമഹിമ കൂടുതലുള്ള ചേറ്റേ, നാണമുണ്ടോ നിനക്ക്? കല്യാണം എന്നെ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നെ. ഞാൻ പെണ്ണ് കെട്ടിയില്ല, മറ്റേതിൽ ഇതിനാണോ പെണ്ണ് കെട്ടുന്നത്? ഇതിനാണോ? ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയോ? എൻ്റെ എന്തെങ്കിലും കാര്യം ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടോ? ഞാനെങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയോ? അതാണ് ഞാൻ എൻ്റെ പ്രൈവറ്റ് ലൈഫ് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാനല്ല വന്നിരിക്കുന്നത്. ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ ഞാൻ പാടുന്ന പാട്ട്, ലൈവിൽ വരുന്ന കമൻറ്റ് വായിക്കും, രസം, അത്രേ ഉള്ളൂ. അല്ല എൻ്റെ പ്രൈവറ്റ് ലൈഫ് ഞാൻ ഇത് കൊടുന്ന് ഇടാൻ വേണ്ടി വന്നവനല്ല. അതായത് അതിനും അപ്പുറമാകാം. അതിനും അപ്പുറമാകാമെന്ന് പറയുമ്പോൾ അവളെ പറ്റില്ലടോ എനിക്ക് അടിക്കാൻ, ഞാൻ വാക്ക് കൊടുത്താന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൻ്റെ വാക്കും കരച്ചിൽ വരുന്നു ഗൈസ്. ഇതിന് സത്യത്തിൽ നല്ലൊരു പ്രണയമുണ്ടല്ലേ, നിങ്ങൾ തമ്മിൽ നല്ലൊരു പ്രണയം. പക്ഷെ അവൾ അങ്ങനെയല്ലല്ലേ പറയണേ, അന്തസ്സായിട്ട് ഭർത്താവ് തരുന്നത് ഇങ്ങനെ മേടിച്ചിട്ട് എന്നാണല്ലോ പറഞ്ഞത്. അവൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. പക്ഷെ ഈ എങ്ങനെയാണ് പറയുന്നത്? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ മാച്ച് ആവണില്ല.
അവള് താൻ തമാശ പറയുകയാണോ അതിനപ്പുറമാകാമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റൂട്ടോ, ഞാനതൊക്കെ കടിക്കും. താൻ തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു. വാട്ട് ഈസ്, ഇവരാണോ ഫ്രണ്ട്? ഇവരാണ് ഫ്രണ്ട്, ഇവരാണ് നിനക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അവരുടെ അവൾ ചത്ത് കളയും, ഞാൻ അവളെ അടിച്ചാൽ അത്ര അറിഞ്ഞാൽ മതി, ഞാൻ വാക്ക് കൊടുത്തു പോയി, അവളെ തൊടില്ലായിരുന്നു. ഗൈസ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 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 ഇതില്ല. അപ്പോൾ ഈ പൈങ്കിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അടി തുടങ്ങിയ ആൾ താങ്ങില്ല അങ്ങനെയുള്ള ഞങ്ങളെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇനി നമുക്ക് കുറച്ച്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ മുംതാസ് ആൻഡ് അയ്യോ മറ്റേ മുംതാസ് അല്ല കേട്ടോ, ഞാൻ താജ്മഹലിൻ്റെ മുംതാസിനാണ് ഉദ്ദേശിച്ചത്. മുംതാസ് മഹൽ, ഞാൻ മുംതാസ് എന്നെ എടുത്തിട്ട് കൊടുക്കല്ല, അല്ലാണ്ട് തന്നെ നിങ്ങളായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ പറയണമെന്ന് എനിക്ക് ഇന്നും അറിയില്ല, മനസ്സിലായില്ലേ? ഞാൻ മറ്റേ പ്രശസ്ത യൂട്യൂബർ അവിടെ വിളിച്ച് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് കുരു തുടങ്ങിയത്. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പലപ്പോഴും പല കമൻറ്റുകളിലും എന്നെ ഇങ്ങനെ ഓരോന്ന് മെൻഷൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ തൊപ്പി നിറച്ച പ്രണയം ഇപ്പം ആരാ കൂടെ നിൽക്കുന്ന ആ ഇജ്ജ് അവൻ്റെ കമൻറ്റിന് ന്യായീകരിച്ച ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അതൊന്ന് വായിച്ച് തരച്ചേരാ കേട്ടോ. അതുപോലെ അത് ഞാൻ വായിച്ച് കാണിപ്പിച്ചു തരാം. അതുപോലെ ലൂസ് ടോക്ക്, എനിക്ക് അവർ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. കാര്യം അവർ കാര്യം അറിയാതെ കിടന്നിട്ട് എന്തിനോ കിടന്ന് ഇതാക്കുന്ന ഒരാളാണ് അവർ. പക്ഷേ ഡീസൻ്റ് ആയിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു, എൻ്റെ പെണ്ണാണ് എന്ന് പറയാൻ പാടില്ല, ഫ്രണ്ടിന് മുകളിൽ എന്നൊക്കെ പറയാം, ബട്ട് പെണ്ണെന്ന് എന്ന് പറഞ്ഞ് ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. അതൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. കുറച്ച് ഒരു 10%, ആ 10% ചിന്തിക്കാനുള്ള വകതിരിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്നുണ്ട് അപ്പുറത്തുള്ളവർക്ക് എന്തുമാകാം, ഇപ്പുറത്തൊന്നും പറയാൻ പാടില്ലെന്ന്. അപ്പുറത്തുള്ളവർ പറയാൻ തുടങ്ങിയത് ഇപ്പുറത്തുള്ളവർ തുടങ്ങിയപ്പോഴാണ്. നിങ്ങൾക്ക് ഇന്ന് കണ്ണില്ലേ? കണ്ണ് തുറന്ന് കാണും നിങ്ങൾ. അപ്പുറത്തുള്ളവർ വെറുതെ ഇരുന്ന് പറയല്ല, ഇപ്പുറത്തുനിന്ന് തുടങ്ങിയിട്ടാണ് പറഞ്ഞു തുടങ്ങിയേ. ഞാനൊക്കെ മിണ്ടാതെ പോയ ഒരാളാണ്. നിങ്ങളുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെതിരുള്ളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ലൈവിൽ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളതിനെ എടുത്തായിരുന്ന അല്ല പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ? എന്താ പറയുക, അവർ പോയിൻ്റാണത്. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ചേച്ചിയാ പറഞ്ഞത് നല്ല അടിപൊളിയുണ്ട്. പിന്നെ പ്രേക്ഷകരെ, ഞാൻ രമ്യയോട് പിണങ്ങിയിരുന്നപ്പോൾ രമ്യയുടെ 2 ശത്രുക്കൾ എന്നെ പറ്റി ചെയ്ത് ഞാൻ കൊടുത്ത മറുപടിയാണ്. എന്നോട് ചാറ്റ് ചെയ്ത് അവർക്ക് ഞാൻ കൊടുത്ത മറുപടിയാണ്. ഞാൻ പെട്ടു ഗൈത്തോടെ ചിരിക്കുന്നു. നീ പെട്ടാലും കൊള്ളാം, പെട്ടില്ലെങ്കിലും കൊള്ളാം, ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വക. ഞങ്ങൾക്ക് നിങ്ങളെ ബന്ധമൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ നിൻ്റെ വായെന്ന് നീ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു, അത്രേ ഉള്ളൂ. നിൻ്റെയും അവളുടെ ബന്ധം ഇതാണെന്ന് ഞങ്ങൾ ഓരോരുത്തരിരുന്ന് മാറി ഇരുന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ വായെന്ന് തന്നെ ഞങ്ങൾക്ക് തന്നു. മനസ്സിലായ? ഞങ്ങളാരും ഉണ്ടാക്കി പറഞ്ഞതല്ല. ഫ്രണ്ടാണോ? അല്ല. അതുക്കും മേലെ പ്രണയമാണോ? അതറിയില്ല. അതുക്കും മേലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ കുട പിടിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്ന നെയ്മോൻ അടക്കമുള്ള, തങ്കമണി അടക്കമുള്ള, ലൂസ് സ്റ്റോക്ക് അടക്കമുള്ള എല്ലാവരും. അപ്പം അവിഹിതത്തിന് കൂട്ടുപിടിച്ചിട്ട് നിങ്ങളങ്ങനെ നടന്നോളി. അവളാനിങ്ങനെ അവനെ വെള്ള പൂശി നടക്കുങ്ങളെല്ലാവരും. അപ്പോൾ നേരത്തെ ഞാനൊരു മുംതാസ് മഹൽ, ഷാജഹാൻ ഇത് പറഞ്ഞ ആ പേര് പറഞ്ഞപ്പോൾ ഞാൻ അവരെയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ തേപ്പും തേറി പറയാൻ വരല്ല. ഞാൻ നിങ്ങളതിനല്ല പറഞ്ഞു കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, അവൾ നമ്മുടെ കൊച്ചാണ് എന്ന രീതിയിൽ പറഞ്ഞതായിരിക്കും. അവൾ നമ്മുടെ കൊച്ചാണെന്ന് പറയാൻ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? തെറ്റാണെങ്കിൽ തെറ്റേ. അതുകൊണ്ട് അതങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് തെറിച്ച് പോണ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ പോട്ടേന്നേ. ഞാൻ നിങ്ങൾ ലൈവ് കാണാറില്ല ഇപ്പോൾ, പക്ഷേ എവിടെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്. ന്യായത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒരു തെറ്റിന് ഞാൻ കൂടെ പിടിക്കില്ല, അത് പിടിക്കില്ല. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ എന്നോട് ദേഷ്യം എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട, പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കതൊരു
ശരിയായിട്ടുള്ളൊരു ഇത് തോന്നിയില്ല. നമ്മുടെ കൊച്ചാണെന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ആ കൊച്ചാണോ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥം പറയാതെ ഞങ്ങൾക്ക് ഇപ്പോഴും മയ വറുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്? എൻ്റെ പെണ്ണ് എത്ര പ്രാവശ്യം പറഞ്ഞു അത് എൻ്റെ ഫ്രണ്ടാണ് എന്നും അവ പറയുന്നുണ്ട്. അത് എൻ്റെ പെണ്ണാണെന്ന് പറയുന്നുണ്ട്. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവൾ ചാവാൻ പോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ചാവാൻ പോവോ? പക്ഷെ അവിഹിതത്തിന് അങ്ങനെയല്ല. പല കേസുകളും നമ്മളിങ്ങനെ കാണുന്നതല്ലേ. ഇച്ചിരി സൈക്കോളജി ഞാൻ പഠിച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ നമ്മളും കുറച്ച് കേസുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഈ അവിഹിതത്തിന് പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഭർത്താവിനൊരു അവിഹിതം ഉണ്ടായി കഴിഞ്ഞാൽ ആ അവിഹിതക്കാരി പറയുന്ന കാര്യം കേട്ടിട്ട് വേണമെങ്കിൽ കുട്ടികളെ ഭാര്യനെ കൊല്ലാൻ വരാൻ പഠിക്കില്ല. അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി ചാവും എന്ന് പറയുന്നിടത്തോളം അത് അവിഹിതം, അതിനാണ് പറയുന്നത്. അപ്പം അതിനൊന്നും കുട പിടിക്കരുത്. നിങ്ങളവിടെ കമൻറ്റ് ഇടുന്നതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ളൂ. പക്ഷേ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പഠിക്കണം. അല്ലാതെ എനിക്ക് സൈലൻ്റ് ആയിട്ട് അതിലിരിക്കണം. ജസ്റ്റ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാളെ നിങ്ങളുടെ തെറി വിളിക്കും അത് വിളിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് അതിലും പോകണം. പക്ഷേ അതിന് പകരം ഇങ്ങനെ ഈ ഒരു കമൻറ്റ് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ നമ്മുടെ പോൺ സംഭവം ലവ് സ്റ്റോക്ക് ഇത് ഓൾഡ് ചാറ്റാണ്. ഓക്കെ, ഓൾഡ് ചാറ്റ് എന്ന് വെച്ചാൽ 5 കൊല്ലം മുന്നത്തേലല്ലോ, കഷ്ടിയ ഒരു മാസം അല്ലേ? കോണ്ടാക്സ്റ്റ് വേറെ ആണ്. രമ്യ പിണങ്ങിയിരുന്നപ്പോൾ തെറ്റിക്കാൻ നോക്കിയവരോട് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഓ അങ്ങനെ നീ അത് അങ്ങനെ പറഞ്ഞാണ്ട് വിശ്വസിപ്പിക്കേ. ഞങ്ങളവിടെ വിശ്വസിച്ചു. എന്തുവാടേ? എന്തുവാന്ന് നാണോ മാനമില്ലാത്ത വാക. അതുപോലെ നയന ഇപ്പം കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നയന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇപ്പം നയനയുടെ ഒരു അഞ്ജലി മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഉണ്ട് പറഞ്ഞു. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ നയനയാണ്, രമ്യയ്ക്ക് എന്നെ അറിയാം, അവന്തിക മോളുടെ പേരാണ്. ഇതെന്തുകൊണ്ടത് പറയുന്നത്? ഇപ്പം നയനപ്പോൾ ഒന്നിനും ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അഞ്ജലി മേനോൻ എന്നുള്ളൊരു ഐഡി കറങ്ങി നടക്കുന്നുണ്ട് ഗൈസ്. അത് നയനയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നയനയല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കൊടുക്കേണ്ടത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതായത് ഈ ആൾ ഫിജോ ചേച്ചിയുടെ അവിടെ വന്നിട്ട് അവൾ ഇനി തെറി വിളിക്കരുത് ഫിജോ എന്ന് എഴുതിയിട്ടുണ്ട്. ആര് അപ്പോൾ ഫേക്ക് ഐ ഡിന്ന് അത് നയന അല്ല എന്നുണ്ടെങ്കിൽ ഫേക്ക് ഐ ഡിന്ന് വന്നിട്ട് കമൻറ്റ് ഇട്ടത് ഇത് അവൾ തന്നെ. അവൾ പറയുന്നത് അവൾ ഇനി തെറി വിളിക്കരുത് ഫിജോനെ എരികേറ്റി കൊടുക്കുക. പുതിയ കണ്ടന്റ് ഇങ്ങനെ ഉണ്ടാക്കി. ഇതാണ് അവളുടെ പണി. ഈ ഫേക്ക് ഐ ഡിന്ന് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കുക. അവളുടെ കൂടെ നിൽക്കുന്നവരുടെ പേരിലൊക്കെ ഹേ തങ്ക മണി എടി മണി, നിൻ്റെ മണി അവൾ പൊട്ടിക്കും. നൻ്റെ മണിയിൽ വേറെ ഫേക്ക് ഐ ഡി വന്നിട്ട് അവൾ ഇട്ടും. മനസ്സിലായില്ലേ? നീയൊക്കെ എന്ത് തോന്നി അവൾ എഴുതിയിരുന്നത്? ഇതാണോ നിങ്ങൾ ന്യായത്തിൻ്റെ പറഞ്ഞത്? ഇവള് പറഞ്ഞ ഈ പച്ച കള്ളങ്ങൾ കേട്ടിട്ട് അർജു ഐ ഡി എൻ്റെ തലയിലോടെന്ന് വെച്ച് വെല്ലുവിളിക്കണം ഞാൻ. എൻ്റെ പേരിൽ അങ്ങോട്ട് ഐ ഡി, എൻ്റെ പേരിലാകെ രണ്ട് ഐ ഡി, 2 ഐ ഡിയിലും പേര് ഉണ്ണിയാടാണ്. ഫേക്ക് ഐ ഡി എനിക്കില്ല. കേസ് കൊടുക്കുക. പിന്നെ മറ്റേ ഐ ഡി വന്ന് ഏതാ അവരുടെ മോളുടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതും എൻ്റെ തലയിൽ കൊടുന്ന് വെച്ച് പോൺസ്. കഷ്ടകാലത്തിൽ അങ്ങനൊരു പേര് ഞാൻ വിളിച്ച് അന്ന് തന്നെ അങ്ങനെ ഒരു ഐ ഡിയും വന്നു. പോൺസിന് അത് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു കുലുക്കില്ലാതിരുന്ന ഒരാളേ ഉള്ളൂ. അപ്പം ഊഹിക്കുക അത് ആരുടെ ആയിരിക്കുന്നു. ഓക്കെ. അതിൽ ഇവരുടെ മകളുടെ ഫോട്ടോ വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ ഇവരുടെ മകളിനെ കാണുന്നത് പോലും. ഇതാണ് ആ കൊച്ചെന്നുള്ളത്. അതിന് ഞാൻ റിപ്പോർട്ട് അടിച്ചവനാണ് ഞാൻ. മനസ്സിലായില്ലേ? അങ്ങനെ കൊച്ചുങ്ങളുടെ ഒരു കാര്യത്തിൽ തന്നെ റിപ്പോർട്ട് അടിച്ചവനാണ് ഞാൻ. മെയിൽ അയച്ചവനാണ് യൂട്യൂബിനെ ഞാൻ. മനസ്സിലായില്ലേ? അതും എൻ്റെ തലയിൽ കൂടെ വെച്ച്. എന്നിട്ട് എവിടെ അർജു ഐ ഡി എവിടെ? ഞാനല്ലേ കേസ് കൊടുത്തില്ലേ? നീ കേസ് കൊടുത്തു പറ. എസ് പിക്ക് നേരിട്ടിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ല. എസ് പിനെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇജ്ജ് അറിഞ്ഞ? എസ് പി അല്ലല്ലോ, DIG അല്ലേ? DIG. എൻ്റെ അമ്മ പറഞ്ഞ DIG ആണ്. അവളെ ഹോൾഡ്. അപ്പോൾ അഞ്ജലി മേനോൻ എന്നുള്ളൊരു ഐ ഡി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഗൈസ്. അത് നയന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് നയനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലല്ലേ?
നയനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ അടുത്ത് ഉണ്ടച്ചിക്കാവടി എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡി, എന്തായാലും ഫേക്ക് ഐ ഡിയാണ്, ഇവിടെ ഉള്ള ഒരാളുടെ അല്ല. ഉണ്ണിയുടെ പിണക്കമാണോ ഞാനെന്താ ഈ ആളെ അറിയുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ പിണങ്ങണേ? പിന്നെ എന്തിനാണ് പിണങ്ങണേ? അപ്പം അത് ഫേക്ക് ഐ ഡി ആരുടെ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, കയറുമ്പല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതുപോലെ ഇന്നലെ സനു ഒറ്റ പറയുന്നുണ്ട് ട്രൂ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി പോൺസിനുണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. നിന്നെ കണ്ടന്റ് ആക്കേണ്ടെങ്കിൽ നീ യൂട്യൂബിൽ നിന്ന് ഇറങ്ങിപ്പോടി ഉണ്ടറാണി. ഇത് മറ്റേ പ്രശസ്ത യൂട്യൂബർക്കെതിരെ ട്രൂ വിഷൻ എന്നുള്ള ഒരു ഐ ഡി എന്നുള്ള ഒരു കമൻ്റ് ആയിരുന്നു. ഇപ്പം ചേച്ചിയുടെ ചേട്ടൻ്റെ ഉള്ളം കയ്യിലൊക്കെ അല്ലേ? ഓക്കെ. അതുപോലെ മായ എന്ന് പറഞ്ഞിട്ട് അതെന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നൊരു മായ ഉണ്ടായിരുന്നു. ആ മായക്ക് നിൻ്റെ അമ്മ അടിപൊളിയാണ്. അയ്യോ, ഞാൻ വായിക്കൂല, ഇവിടെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് മതി, ആ സ്ക്രീൻഷോട്ട് വയ്ക്കാൻ കേട്ടോ. മായ എനിക്ക് അങ്ങനെ തന്നെ വേണം. നീ കാര്യം മനസ്സിലാക്കിയിട്ട് കമൻ്റ് ഇടുന്ന ഒരാളല്ല, അപ്പോൾ നിനക്ക് കമൻ്റ് ചെയ്യുന്നത് കേൾക്കണം. വീണ്ടും മായക്ക് നീ കുരയ്ക്കണ്ട, അവിടെ കേട്ടോടി, നിൻ്റെ കുറെ കമൻസിൽ കാണുന്നുണ്ട്, കേട്ടോടി മായ എന്നാ പറയുന്നവൻ. അപ്പോൾ ഈ മൂന്ന് ഞാനിവിടെ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ, ഞാൻ ഇത്രേ വിചാരിക്കുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം, എന്ത് പറഞ്ഞാലും നായിൻ്റെ മോളെ എന്ന് വെച്ചാൽ ആ പട്ടി അവിടെ ഇരുന്നിട്ട് കഴിഞ്ഞാൽ എന്താ മോളെ, എൻ്റെ പാപ്പ വേണേ, എന്താ മോളെ എന്നും പറയുന്നുണ്ട്. മനസ്സിലാവുന്നില്ല. നീ ഞങ്ങളാരൊക്കെ നായിൻ്റെ മോളെ എന്നിട്ട് അവിടെ കിടക്കുന്ന പട്ടിയിൽ നീ മോളെ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ പട്ടിയുടെ അച്ഛൻ ഏത് നായയാണ്? അപ്പോൾ അവരൊക്കെ പറയണത് വെറുതെ അല്ല അല്ലേ? അപ്പോൾ ശരിക്കും നായിൻ്റെ മോൾ ആരാണ്? കുറേ ഇത് കേൾക്കുന്നേ, നായിൻ്റെ മോള് എന്നിട്ട് അമിട്ടും ചിമിട്ടൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കരയുമ്പോൾ മോളെ കരയല്ലേ മോളെ, അമ്മയുടെ മടിയിലൊന്ന് കിടക്ക മോളെ. ആ മോളുടെ അച്ഛനാരാ? ഏത് നായ എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് ഹൈപ്പ് കൊടുക്കും, സബ് ചെയ്യൂ പ്ലീസ്. ചാനലുകളുടെ വളർന്ന് പോട്ടെ. താങ്ക് യു, ബൈ.